മുഴപ്പിലങ്ങാട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന തറവാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ശിലയിട്ടു. ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരവും പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും. സ്നേഹത്തിന്റെയും അംശങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ കൂടുതൽ കരുത്തോടെ എത്തിച്ചേരേണ്ട ഒരു സന്ദർഭമാണ്. ഒരു ഇറ്റു വെള്ളത്തിനു വേണ്ടി കണ്ണീരോടെ കൈനീട്ടുന്ന ഗാസയിലെയും മറ്റും കുഞ്ഞുങ്ങളുടെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്. എത്രയേറെ നൊമ്പരപ്പെടുത്തുന്നതാണ് വിശപ്പും ദാരിദ്ര്യവും അതുമായി ബന്ധപ്പെട്ട ദയനീയാവസ്ഥയിൽ നിന്ന് അത്തരം ദുരിതങ്ങൾ നമുക്ക് കാട്ടിത്തരും. ആ കാഴ്ചകൾ സമൂഹ മനസ്സിൽ പ്രവർത്തിക്കേണ്ടത് കരുണയുടെയും കരുതലിൻ്റെയും മുൻകൈകളായാണ്. അവയെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാഹോദര്യവും പാരസ്പര്യവും കൂടുതൽ വിളങ്ങി നിൽക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാനും. അബ്ദുൾ ഖാദർ പനക്കാട് ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വിശിഷ്ട അതിഥിയായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് PM അതുൽ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റീത്ത, വാർഡ് മെമ്പർ റിദേവ്, നവാസ് മേത്തർ, TKD മുഴപ്പിലങ്ങാട്, CM നജീബ്, രത്ന ബാബു, അഡ്വക്കേറ്റ് K ലത്തീഫ്, PB മൂസക്കുട്ടി, CT ഫൈസൽ ഹമീദ്, MP അൻവർ, PC ഹാരിസ്, മുഹമ്മദ് നിഷാദ് എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഷെരീഫ് സ്വാഗതവും MP നാസർ നന്ദിയും പറഞ്ഞു. വനിതാ സംഗമം കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ഫസൽ ബാത്തല അധ്യക്ഷനായി. ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, T ഫാത്തിമ മിൻഹ, സാജിദ ഹാരിസ് എന്നിവർ സംസാരിച്ചു. ഒരു സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു. പഠനവുമായി ബന്ധപ്പെട്ട് പല സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം വലിയ ഫീസ് വാങ്ങിക്കൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഫീസാണ് നൽകേണ്ടി വരുന്നത്. എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് വളരെ സൗജന്യമായി മരുന്നുൾപ്പെടെ ഇവിടുന്ന് നൽകുന്നു എന്നുള്ളത് ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. ഈ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈ തറവാട് കൂട്ടായ്മയുടെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ വളരെ സജീവമായി ഇടപെടുകയാണ്, പ്രവർത്തിക്കുകയാണ്.